സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് കൂടിയുണ്ടോ? 51 കൗൺസിലർമാർ അംഗീകരിച്ച സ്ഥിതിക്ക് മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ ഈ അവധി അപേക്ഷയെ അംഗീകരിച്ച സാഹചര്യത്തിൽ സുഗതനെ കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്നും 6 മാസത്തേക്ക് സുഗതനെ ഒഴിവാക്കിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് കൂടിയുണ്ടോ? 51 കൗൺസിലർമാർ അംഗീകരിച്ച സ്ഥിതിക്ക് മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ ഈ അവധി അപേക്ഷയെ അംഗീകരിച്ച സാഹചര്യത്തിൽ സുഗതനെ കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്നും 6 മാസത്തേക്ക് സുഗതനെ ഒഴിവാക്കിയിരിക്കുന്നു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്ര വിജയം നേടിക്കൊണ്ടാണ് BJP അധികാരത്തിലേറിയതെങ്കിലും അധികാരത്തിൽ വന്ന മാസങ്ങളുള്ളിൽ തന്നെ വലിയ വിവാദങ്ങളാണ് BJPക്ക് നേരിടേണ്ടി വന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വാഴോട്ടുകോണം കൗൺസിലറായ R സുഗതനുമായി ബന്ധപ്പെട്ടുള്ള വിവാദ വിഷയം തന്നെയാണ്. കാപ്പ കേസ് പ്രതിയായിട്ട് അദ്ദേഹം ജയിലിൽ പോകുന്നു. അതിനുശേഷം 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ സുഗതൻ അയോഗ്യനാക്കപ്പെടും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു. രാഷ്ട്രീയ വിവാദം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു ഈ ഒരു വിഷയം. ആ ഒരു വിഷയത്തിൽ പിന്നെ കഴിഞ്ഞ ദിവസം വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് ഉണ്ടായത്. അതായത് സുഗതന് വാഴോട്ടുകോണം കൗൺസിലറായ സുഗതന് അവധി അപേക്ഷ അനുവദിക്കുന്ന രീതി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് പിന്നിൽ ഒരു ഗുരുതരമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ സുഗതൻ എത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുഗതൻ അയച്ച കത്ത്, ആ പരോൾ ലഭിക്കില്ല എന്ന് പറഞ്ഞയച്ച കത്തിന് മറുപടി നൽകേണ്ടുന്നതിന് പകരം എങ്ങനെ നിങ്ങൾക്ക് കൗൺസിൽ യോഗത്തിൽ തുടരാൻ സാധിക്കും എന്നതിൻ്റെ നിർദ്ദേശമടക്കം ചില ആളുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ള നിയമത്തിനെ മറികടന്നിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പരോൾ ലഭിക്കില്ല എന്ന് മാത്രം മറുപടി നൽകേണ്ടതിന് പകരം അയോഗ്യത ഒഴിവാക്കാനുള്ള വഴി സുഗതന് കത്തിലൂടെ ഔദ്യോഗികമല്ലാതെ ഉദ്യോഗസ്ഥ നിർദ്ദേശിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. കൗൺസിൽ അവധി അപേക്ഷ നൽകി അത് വോട്ടെടുപ്പിലൂടെ പാസാക്കിയാൽ താങ്കൾക്ക് അംഗത്വം സുരക്ഷിതമാക്കാം എന്ന ഉള്ളടക്കത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയോ ഇല്ലയോ അതൊന്നും വ്യക്തമല്ല എങ്കിൽ പോലും അത്തരത്തിൽ സുഗതൻ അയച്ചിട്ടുള്ള ആ ഒരു മാർഗനിർദ്ദേശ കത്തിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയുടെ പണി തെറിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചിത്രയ്ക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ്. പോലീസ് സംരക്ഷണയോടെ പരോളിൽ ഇറങ്ങി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ അനുമതിയുണ്ടോ എന്ന തിരുവനന്തപുരം കൗൺസിൽ സുഗതന്റെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിനാണ് ഉദ്യോഗസ്ഥ ഗുരുതര വീഴ്ച വരുത്തിയതെന്നാണ് വിവരങ്ങൾ. പരോൾ ലഭിക്കില്ല എന്ന് മാത്രം മറുപടി നൽകേണ്ടുന്നതായിരുന്നു ഉത്തരവാദിത്തം. പക്ഷേ അങ്ങനെ നൽകേണ്ടുന്ന മറുപടിക്ക് പകരം അയോഗ്യത ഒഴിവാക്കാനുള്ള വഴി കൂടെ ഉദ്യോഗസ്ഥ അങ്ങോട്ട് കയറി നിർദ്ദേശിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം. കൗൺസിൽ അവധി അപേക്ഷ നൽകി അത് വോട്ടെടുപ്പിലൂടെ പാസാക്കി കഴിഞ്ഞാൽ താങ്കൾക്ക് അംഗത്വം സുരക്ഷിതമാക്കാം എന്നതായിരുന്നു ഈ കത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. ഈ അസാധാരണ നടപടിയുടെ പേരിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയെ സർക്കാർ സർവീസിൽ നിന്ന് അടിയന്തരമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിയുന്ന പ്രതിക്ക് നിയമപരമായി അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. വകുപ്പ് മന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ടാണ് ഉദ്യോഗസ്ഥ ഈ വഴിവിട്ട സഹായം ചെയ്തത് എന്നുള്ള നിരീക്ഷണത്തിലേക്ക് എത്തുന്നു സർക്കാർ. ഫയലുകളിൽ ദുരുദ്ദേശപരമായിട്ടുള്ള മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും വരുത്തിയാണ് ഡോക്ടർ ചിത്ര കത്ത് തയ്യാറാക്കിയതെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ കൃത്യമായി വ്യക്തമാകുന്നതാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് വേണ്ടി ജനപ്രതിനിധി സ്ഥാനം എങ്ങനെ നിലനിർത്താമെന്ന സർക്കാർ സംവിധാനം തന്നെ ഉപദേശം നൽകിയത് വലിയ ഭരണഘടനാ പരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ചോദ്യമാണ് എന്നും ഇപ്പോൾ രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നു. എന്തായാലും വിവാദ കത്ത് നൽകിയതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ മാത്രം പിഴവാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ മന്ത്രിമാരുടെ ശ്രമമെന്നും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്.
തദ്ദേശ വകുപ്പ് നിരസിച്ച അപേക്ഷ ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചതിന് ചില ഉദ്യോഗസ്ഥരുടെ ഒത്തുകളിയിലൂടെയാണ് എന്ന് ചൂണ്ടിക്കാട്ടി തലയൂരാനുള്ള ശ്രമം വകുപ്പ് മന്ത്രി KM ഷാജി നേരത്തെ തന്നെ നടത്തിയിരുന്നു എന്നുള്ള ആക്ഷേപവും ശക്തമാണ്. ആഭ്യന്തരമന്ത്രിയും ഉദ്യോഗസ്ഥ തലത്തിലെ പിഴവാണെന്ന് ന്യായീകരിക്കാനാണ് ഈ വിഷയത്തിൽ തീരുമാനിക്കുന്നതെന്നാണ് പറയുന്നത്. അതേസമയം സമാനമായ വീഴ്ച വരുത്തിയതിന് ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറിക്ക് എതിരെയും ഇപ്പോൾ വലിയ രീതിയിൽ അന്വേഷണങ്ങൾ വരികയാണ്. തദ്ദേശ വകുപ്പ് തയ്യാറാക്കി നൽകിയ വിവാദ കത്ത് യാതൊരു വിവിധ പരിശോധനകളും കൂടാതെ അതേപടി പകർത്തി നൽകിയതാണെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉദ്യോഗസ്ഥനെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം. തദ്ദേശ വകുപ്പ് നൽകിയിട്ടുള്ള കത്ത് ആഭ്യന്തര വകുപ്പ് ഒരു പരിശോധനയുമില്ലാതെ കൈമാറിയതിൽ ആഭ്യന്തരമന്ത്രിക്കും കടുത്ത വിയോജിപ്പാണ്. ഒരു ഉദ്യോഗസ്ഥയ്ക്ക് മാത്രം ഇത്രയും വലിയൊരു തിരിമറി ഒറ്റയ്ക്ക് നടത്താനാകുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിനുള്ളത്. നിലവിൽ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്ക് എതിരായ അന്വേഷണം പുരോഗമിക്കുന്നു. ഇതിന് പിന്നാലെ കൂടുതൽ അച്ചടക്ക നടപടികൾ ഉണ്ടായേക്കാമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. നഗരസഭാ കൗൺസിലിൽ മേയർ VV രാജേഷ് ഈ കത്ത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമെതിരെ പ്രധാന ആയുധമാക്കി മാറ്റിയപ്പോഴും അവിടെയുണ്ടായ വലിയ തിരിമറികൾ അതിപ്പോൾ പുറത്തുവരികയാണ്. സുഗതനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന് നിർണായകമായ രക്ഷാകവചം ഒരുക്കിയത് തദ്ദേശ വകുപ്പിൽ നിന്ന് ലഭിച്ച ആ ഔദ്യോഗിക കത്ത്. ഈ വിഷയത്തെ ചൊല്ലി മുൻപ് നടന്നിട്ടുള്ള തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിലെ വലിയ സംഘർഷവും കയ്യാങ്കളിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു കയ്യാങ്കളി സാഹചര്യത്തിലായിരുന്നു ഇത്തരം ഒരു നാടകീയ രംഗങ്ങൾക്കൊക്കെ സാക്ഷിയാകേണ്ടി വരും എന്നുള്ള സാഹചര്യത്തിലായിരുന്നു ആ കൗൺസിൽ യോഗത്തിൽ, അതായത് സുഗതൻ മൂന്നാമതായിട്ടും പങ്കെടുക്കാത്ത കൗൺസിൽ യോഗത്തിൽ വളരെ ഞെട്ടിക്കുന്ന തരത്തിൽ ശബരിനാഥ നിങ്ങളുടെ തന്നെ സർക്കാർ നൽകിയ കത്ത് എന്നത് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് ഒരു കത്ത് ഉയർത്തി കാണിച്ചത്. ആ കത്ത് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ പിഴവായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. അതേസമയം അന്ന് ആ കൗൺസിൽ യോഗത്തിലുണ്ടായ ആ ഒരു രംഗം കൂടെ നമുക്ക് കാണാം. സംസ്ഥാന സർക്കാരിന് വാഴോട്ടുകോണം വാർഡ് കൗൺസിൽ സമർപ്പിച്ചിരുന്ന അപേക്ഷയിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ വാഴോട്ടുകോണം കൗൺസിലർക്ക് കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള അപേക്ഷ സമർപ്പിക്കാമെന്ന് ആഭ്യന്തര വകുപ്പ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലറിന്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ സുഗതന്റെ അപേക്ഷയെ പിന്തുണച്ചു. 51 പേർ പിന്തുണച്ച സാഹചര്യത്തിലും അദ്ദേഹത്തിന്റെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. കൗൺസിൽ യോഗം അവസാനിപ്പിച്ചിരിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും 1000 നന്ദി. നോക്കട്ടുണ്ടോ?